നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സെമി ഗ്രേവിയോട് കൂടിയ പോർക്ക് കറിയുടെ റെസിപ്പിയാണ്. ഗൈസ്, മൈ നെയിം ഈസ് സൗമ്യ. വെൽക്കം ടു ദ മലബാർ മാജിക് കിച്ചൺ. ഇത് പോർക്ക് നന്നായി കഴുകിയ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയത് 1 kg. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില 3 തണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഗാർലിക്കാണ്. ഗാർലിക്ക് 2 വലുത് ക്രഷ് ചെയ്ത് വെച്ചതാണ്, അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഗരം മസാലയും മീറ്റ് മസാലയും കൂടി 3 ടേബിൾ സ്പൂൺ എടുത്തതാണ്, ഇതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാം പോർക്കിലേക്ക് ചേർത്ത ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈവച്ച് എല്ലായിടത്തും എത്തുന്ന രീതിയിലായിരിക്കണം മിക്സ് ചെയ്യേണ്ടത്. അതിനുശേഷം 1/4 ടീസ്പൂൺ ജീരകം കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. ഇതിന് ശേഷം ഞാനിതൊന്ന് കുക്കറിൽ ഇട്ടിട്ട് 8 വിസിൽ വരെ വേവിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഗ്യാസ് സ്റ്റൗവിൽ ഒരു മൺചട്ടി വെച്ചിട്ട് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ കടുക് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. പോർക്ക് എപ്പോഴും കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് പാകം ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ സേഫ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ, അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന കുരുമുളക് ഉണ്ടാവുമല്ലോ, അത് പൊടിച്ചിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറയുന്നത്. കാരണം നല്ല സ്മെല്ലും ഫ്ലേവറും ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന കുരുമുളകിനെ ഉണ്ടാവും. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുരുമുളകിന് സ്മെല്ലുണ്ടാകണമെന്നില്ല. പോർക്കിന് എപ്പോഴും കുരുമുളകിൻ്റെ സ്മെല്ല് മുമ്പിൽ നിൽക്കണം, എങ്കിൽ മാത്രമേ ആ കറി നല്ല ടേസ്റ്റിയായ കറിയായി മാറുകയുള്ളൂ. എപ്പോഴും പറയുന്നത് പോലെ മൺചട്ടിയാണ് കറി വയ്ക്കാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ ചെറിയ ബർണറിൽ ചട്ടി വച്ചതിന് ശേഷം തീ കൂട്ടി കൊടുക്കുകയും അതുപോലെ മൺചട്ടി ചൂടായതിന് ശേഷം തീ കുറച്ച് വയ്ക്കുകയും ചെയ്യുക. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ 1/2 കഷ്ണം ഇഞ്ചിയും അതിനുശേഷം 3 പച്ചമുളകും 1 വലിയ വെളുത്തുള്ളിയും എന്നിവ ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം കടുക് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് കടുക് പൊട്ടി വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അതായത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഞാനിവിടെ 3 സവാള നേർങ്ങനെ കട്ട് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ കറി കുറച്ചുകൂടി ടേസ്റ്റിയാവും. എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ 3 വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഉള്ളി പെട്ടെന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. 1/2 ടീസ്പൂൺ കല്ലുപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. മൺചട്ടിയിൽ വെക്കുന്ന കറി എന്ന് പറയുന്നത് കൂടുതൽ ടേസ്റ്റിയുമാണ്, അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. കല്ലുപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും.
ഒരു വാടിയിട്ട് ഒരു ബ്രൗൺ കളറായി വരുന്നതാണ് പെട്ടെന്ന് തന്നെ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കറിവേപ്പില ഒരു 3 തണ്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കറിവേപ്പില എത്രയും ചേർക്കുന്നോ അത്രയും കറിക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും. സാധാരണ പോർക്ക് കറി വെക്കുന്ന പോലെ ഇതിന് മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല. ഇതിന് കൂടുതലായിട്ടും മീറ്റ് മസാലയും ഗരം മസാലയും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും ഗരം മസാലയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കുരുമുളക് 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതെല്ലാം കൂടി ഞാനൊന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. കുക്കറിൽ വേവിക്കാൻ വെക്കുമ്പോൾ 1 ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ അതിനകത്ത് ചേർത്തിട്ടുള്ളൂ. ആ വെള്ളം മാത്രമേ ഞാൻ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. ഇപ്പം കുക്കറിൽ വേവിക്കാൻ വെച്ചിരിക്കുന്ന ചിക്കൻ വെന്തിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ഞാനിതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട്. കുരുമുളകിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ തന്നെ ഉണ്ട്. ഈ ഒരു വെള്ളം മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അതായത് കുക്കറിൽ വേവിക്കാൻ വെച്ചപ്പോൾ ചേർത്ത 1 ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ വെള്ളമായിട്ട് ചേർത്തിട്ടില്ല. നമുക്കെപ്പോഴും പോർക്ക് എന്ന് പറയുന്നത് ഒരു സെമി ഗ്രേവി ആയിട്ട് കിട്ടുന്നതാണ് നല്ലത്. കൂടുതൽ ഗ്രേവി ആയി കഴിഞ്ഞാൽ ഈ പോർക്ക് കഴിക്കാൻ രസം ഉണ്ടാവില്ല. പോർക്ക് നന്നായി തന്നെ ഉള്ളിയും എല്ലാം മിക്സായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തിളക്കാൻ അനുവദിക്കുക. ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഒരടപ്പ് കൊണ്ട് അടച്ചു വെച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് തിളക്കാൻ അനുവദിക്കുക. കാരണം എങ്കിൽ മാത്രമേ നമ്മളെ ഉള്ളി ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഉള്ളിയുടെ ടേസ്റ്റും നന്നായിട്ട് വരണമെങ്കിൽ അടച്ചു വെച്ച് തന്നെ വേവിക്കണം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് വെച്ച് വേവിക്കാൻ പോവുകയാണ്. 3 മിനിറ്റ് നേരം ഒന്ന് തുറന്ന് വെച്ചിട്ട് വേവിക്കുക. ഇപ്പോഴിതാ നോക്കൂ, നല്ല ഉള്ളി ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സെമി ഗ്രേവിയായ ഒരു പോർക്ക് കറിയാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. എത്ര നല്ല സ്മെല്ലാണെന്ന് വരുന്നത്. അത്രയും ടേസ്റ്റിയായ ഒരു പോർക്ക് കറിയുടെ റെസിപ്പിയാണിത്. മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. നല്ല മലബാർ സ്റ്റൈൽ പോർക്ക് കറിയാണിത്. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. നാളെ ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വരാം. ബൈ ഗൈസ്.